എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റിംഗ് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു വെള്ള ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ് നമുക്ക് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂലേ, അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പീസാക്കുന്നുണ്ട്, നടുവേ ഒന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പേപ്പർ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ വിരൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിരിക്കുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്താ പറയുക, ഈ പേപ്പർ കറക്റ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനൊന്നുകൂടെ ഷേപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മുട്ടത്തോടാണ്. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് ഞാൻ ഉള്ളിലത്തെ ആ മുട്ടയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണ്. നമ്മളിങ്ങനെ നടുവേ മുറിക്കരുത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഹോളിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ മുട്ടത്തോടിനെ എടുത്തിട്ട് ഈ നമ്മൾ ഇപ്പോൾ ഷേപ്പ് ചെയ്ത പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടത്തോടില്ലെങ്കിൽ ഈ ഷേപ്പിലുള്ള ഇതുപോലത്തെ എന്തെങ്കിലും എടുത്താലും മതി നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ മുട്ടത്തോട് മിക്കവരുടെ കയ്യിലും കാണും. അപ്പോൾ അതെ, നമുക്ക് ഇതിനൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം എന്ത് രൂപത്തിലായെന്ന് കാണാമല്ലോ. ഇപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ഇത് എന്താ ചേച്ചി കാണിക്കണേന്ന് ചിലപ്പോൾ വിചാരിക്കണുണ്ടാവും. ലാസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരെണ്ണം അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിന് ഒരു 3 എണ്ണമെങ്കിലും വേണം ഇതേ രീതിയിൽ. എന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ഇത് ഫ്ലവറായോ എന്ന്. ഇപ്പോൾ ഞാൻ അതിനെയും വിരലിൻ്റെ ചുറ്റും പിടിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തു. പിന്നെ മുട്ടത്തോട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ മുട്ടത്തോടാകുമ്പോൾ നന്നായിട്ട് നമുക്ക് അമർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യം ആ ഒരു വിരൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ മുട്ടത്തോട് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല കുറച്ചിങ്ങനെ വിരിഞ്ഞ രീതിയിൽ വന്നോളും പേപ്പർ. ഇപ്പോൾ 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടിയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് 3 നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, കണ്ടോ? അപ്പോഴേക്കും നമ്മുടെ ഷേപ്പൊക്കെ ചിലപ്പോൾ കുറച്ച് പോവും. അപ്പോൾ വീണ്ടും മുട്ടത്തോട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മുട്ടത്തോട് പ്രസ് ചെയ്യുമ്പോൾ ഒരു മയത്തിലൊക്കെ പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മുട്ടത്തോട് ആകെ പൊട്ടിപ്പോവുകയും. അപ്പോൾ ഇതാ കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഷേപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ശരിയാക്കാം. തൽക്കാലം എന്താ കണ്ടില്ലേ, ഇപ്പോൾ 3 ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വെട്ടിക്കൊടുത്തു. കണ്ടോ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് 3 എണ്ണം വേണം കേട്ടോ, അത് മറക്കണ്ട. പിന്നെ ഒരു കട്ടിയുള്ള കടലാസിൽ ഞാനൊരു മൂടി വെച്ചിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ എടുക്കുന്ന വൈറ്റ് പേപ്പറിന് കുറച്ചൊരു കട്ടി വേണം. വല്ല ബുക്കിൻ്റെ ചട്ടയൊക്കെ എടുത്താലും മതി. ഇപ്പോൾ ഇതാ അത് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ പച്ച കളറിലും കൂടെ നമ്മൾ സെയിം വലുപ്പത്തിന് തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. എത്ര പൂവുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ ഇല്ലേ, അതിനെടുക്കുക. അതിപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിട്ട് പോരുന്നൊരു രീതിയിലല്ല ഇരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഒട്ടിക്കണ്ടേ, അപ്പോൾ ഓരോന്നായിട്ട് ആദ്യം ഒട്ടിക്കണം. അപ്പോൾ മറ്റേത് രണ്ടും പുറത്തേക്ക് എടുത്തിട്ട് ആദ്യത്തേതിൻ്റെ ഉള്ളിൽ ലേശം ഫെവിക്കോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. വിരലുകൊണ്ട് ചെറുതായിട്ട് മതി, അധികമായി കഴിഞ്ഞാൽ ഇങ്ങനെ നനഞ്ഞ പോലെ വരും. ടിഷ്യൂ ആണല്ലോ. എന്നിട്ട് അടുത്ത ഒരെണ്ണം വയ്ക്കാം. പിന്നെ വീണ്ടും ഗമ്മാക്കുക, വീണ്ടും ഒട്ടിക്കുക, അങ്ങനെ കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറിപ്പോണ പോലെ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ മുട്ടത്തോട് ഒന്നും കൂടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മാറില്ല. ഇതിപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ മാറിപ്പോവും, കണ്ടോ? അപ്പോൾ വീണ്ടും അത് പഴയ പോലെ തന്നെ ആയി. ഇനി നമുക്ക് ലീഫ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു പേപ്പർ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പച്ച കളറാണ്. എന്നാലും പിന്നെ തൽക്കാലം ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പച്ചയ്ക്ക് പകരം നല്ല കറക്റ്റ് ആ ലീഫിൻ്റെ പച്ച കളറാണ് വേണ്ടത്. ഇതിപ്പോൾ ലീഫിൻ്റെ ഒരു വലിപ്പം കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നടുവേ മടക്കിയിട്ട് കറക്റ്റ് ഇതേപോലെ ഒരു ഇലയുടെ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇലയുടെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ആ ഒരു പേപ്പർ ഇങ്ങനെ നല്ലോണം ചുളിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, കണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഇതാ ഒരു ഇല ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ആവശ്യത്തിനുള്ള ഇലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ലീഫൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റെം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാം. പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ.
എന്തെങ്കിലും ഒരു ഈർക്കിളിയോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് നടുവിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പേപ്പർ റോൾ ചെയ്തെടുത്ത് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ഇതേ രീതിയിലുള്ള 3 ഉണ്ടാക്കിയെടുക്കുക. ഇതല്ലെങ്കിൽ ഈർക്കിളി എടുത്തിട്ട് അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്താലും മതി. അപ്പോൾ ലീഫും പിന്നെ തണ്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ 3 ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് 3ലേക്ക് ഞാൻ കുറച്ച് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി മോശമായിട്ടുള്ള അരിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ 3 പാത്രത്തിലും കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ മിക്സ് ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ള 3 കളേഴ്സ് നമുക്കിപ്പോൾ അക്രിലിക് കളർ തന്നെയാണ് ഞാൻ മിക്സ് ആക്കണം കേട്ടോ. അത് ഇത്തിരി എടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ റെഡും പിന്നെ മഞ്ഞയും ഓറഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളേഴ്സ് ഇതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഇനി കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അത് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ നടുവിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അരിമണികൾ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണങ്ങുമ്പോൾ അതിങ്ങനെ സെറ്റ് ആയിക്കോളും. അപ്പോൾ കുറച്ച് റൗണ്ടിൽ ഗമ്മാക്കണം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ അരിമണി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കേടാവാതിരിക്കാനും നല്ലതാണ് ഇങ്ങനെ ഫെവിക്കോൾ ആക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റുള്ള 2 കളേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പശയാക്കണ്ട, ചെറുതായി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അരിമണി വിതറി കൊടുക്കുക. മുകളിലും ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും ആ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡിന് റെഡ് തന്നെ ആക്കുക, ഓറഞ്ചിന് ഓറഞ്ച് അതേപോലെ കേട്ടോ. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ടായാലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ കളർ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഒരു പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞ ഫ്ലവറും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് റൗണ്ടില്ലേ, അതിൽ കുറച്ച് ഗമ്മ തേച്ചിട്ട് ഈ പച്ച കളർ പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. 3 ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കിൽ അതെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് ആദ്യം വെച്ച് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗമ്മ് തേച്ചിട്ടാണ് നമ്മുടെ ഫ്ലവർ ഒട്ടിക്കുന്നത്. ഫ്ലവർ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ആയാലും മതി, കുറച്ച് സമയം പിടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ലീഫൊക്കെ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് എടുത്തത്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കാണാം. ഓരോ ഫ്ലവറിനും നമ്മൾ 2 ലീഫ് വീതം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ മുട്ടത്തോട് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലവർ മേക്കിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചെയ്യണമെങ്കിൽ. ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഇതിൽ ഏത് ഫ്ലവറാണ് കൂടുതൽ ഇഷ്ടമായത്, ഏത് കളറാണെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ പറയാണ്, ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.